ഹലോ ഗൈസ്, ഐഫോൺ 17 സീരീസ് റിലീസായിരിക്കുകയാണ്. ഐഫോൺ 17, ഐഫോൺ 17 എയർ, അതേപോലെ തന്നെ ഐഫോൺ 17 പ്രോ മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള 4 സീരീസ് ആയിട്ടാണ് ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഐഫോൺ 17 സീരീസ് റിലീസായിട്ടുള്ളത്. നമ്മൾ പ്രതീക്ഷിച്ച പല ഫീച്ചറുകൾ അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത അത്ര ഫീച്ചറുകൾ അതിൽ വന്നിട്ടുമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ അതിൻ്റെ ബോഡിയും കാര്യങ്ങളൊക്കെ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ആർക്കിടെക്ചർ കാര്യങ്ങൾ, ബോർഡിലുള്ള ആർക്കിടെക്ചർ കാര്യങ്ങൾ എങ്ങനെ വരുന്നത്, ഐസികളുടെ അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത്, മദർ ബോർഡിലെ റിപ്പയറിംഗ് പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒന്ന് ഇതിൽ നോർമൽ ഫിസിക്കൽ സിം ഇതിലില്ല, അത് ഇ സിം ഇതിലുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അത് ബാറ്ററിയുടെ സൈസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാറ്ററിയുടെ MAH എത്രയാണെന്നുള്ളതൊന്നും ഇതിൽ ഡിസ്ക്രൈബ് പോലും ചെയ്യുന്നില്ല. എന്തായാലും 32 അവർ 35 അവർ എന്നുള്ള ഒരു പാറ്റേൺ വെച്ചിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്തായാലും ബോർഡുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ നോർമലി അതിൻ്റെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം ഇതിൽ വരുന്നത് നോർമൽ ബട്ടൺസ് കാര്യങ്ങളൊന്നും ഒരു മാറ്റമില്ല. വോളിയം ബട്ടൺസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ആക്ഷൻ ബട്ടൺ വരുന്നുണ്ട്, പിന്നെ സ്റ്റീരിയോ സ്പീക്കർ, ക്യാമറ ബട്ടൺ, സൈഡ് ബട്ടൺ. ക്യാമറ ബട്ടൺ 16 സീരീസിലുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഇപ്പോൾ 17 സീരീസിലുണ്ട്. വേറെ പുതിയ മാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അതിൽ. പിന്നെ നമ്മുടെ മദർ ബോർഡിൻ്റെ ആർക്കിടെക്ചർ നമ്മുടെ മീജിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇറങ്ങുന്നതിൻ്റെ അന്നേ ദിവസം തന്നെ നമ്മൾ മിസ്റ്റർ യാങ് അതിൻ്റെ ഐസോക്കറ്റ് കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെന്തായാലും ഇതിൻ്റെ മദർ ബോർഡ്, അതിൻ്റെ IC അറേഞ്ച്മെൻറ്റ് കാര്യങ്ങൾ, ആർക്കിടെക്ചർ കാര്യങ്ങൾ ഇങ്ങനെ അയക്കാന്നുള്ള രീതിക്ക് അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാം, അതിൽ എന്തൊക്കെയാണ് നമ്മൾ റിപ്പയറിങ് ചെയ്യാൻ പറ്റുക, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ള ഒരു ബേസിക് വിവരങ്ങൾ നമ്മൾ ഇതിൽ നോക്കിയിട്ട് പറയാവുന്നതാണ്. അപ്പം മീജിംഗ് എന്ന് പറഞ്ഞുള്ള കമ്പനി അവർ എന്ത് ചെയ്തിട്ടുണ്ട് വെച്ചാൽ അത് ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ തന്നെ അവർ ഭയങ്കര പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അവർ സ്കീമാറ്റിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ടീമാണ് അവർ. അപ്പോൾ അതുകൊണ്ട് അവർ അതിൽ കൂടുതൽ ഗവേഷണം നടത്തിയിട്ട് അവർ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് കാണാം. ഇപ്പോൾ ഇത് ഐഫോൺ 17 എന്ന് പറഞ്ഞിട്ടുള്ള സീരീസാണ്. ഐഫോൺ 17 സീരീസിൻ്റെ മദർ ബോർഡ് ഇങ്ങനെയാണ് വരുന്നിട്ടുള്ളത്. ഈ ഡബിൾ സാൻഡ്വിച്ച് ബോർഡാണ്, എല്ലാ പോലെ തന്നെ സാൻഡ്വിച്ച് ടൈപ്പ് ബോർഡാണ് ഐഫോൺ 17. അതിൻ്റെ ഒരുവിധം കണക്ടറുകളും കാര്യങ്ങളെല്ലാം വരുന്നത് മുകളിലാണ്. ഇത് ഐഫോൺ 17 എയറിൻ്റെ മദർ ബോർഡാണ്. ഐഫോൺ 17 എയറിൻ്റെ മദർ ബോർഡാണ്. ഇത് സിംഗിൾ ബോർഡാണ് വരുന്നത്, പക്ഷേ അതിന് CPU മുകളിലായിട്ട് വേറെ ചെറിയൊരു ബോർഡ് കൂടെ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് ഏതൊക്കെ ICകളൊക്കെയാണ് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ നോക്കും. പിന്നെ വരുന്നത് ഐഫോൺ 17 പ്രോ മാക്സ് പറഞ്ഞിട്ടുള്ള സീരീസാണ്. പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിൻ്റെതാണ് ഇത്. അപ്പോൾ പ്രോയും പ്രോ മാക്സും തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ എന്നുള്ളതൊക്കെ നമുക്ക് നമ്മൾ ഇതിൽ നോക്കും. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഐഫോൺ 17 മദർ ബോർഡ് എന്ന് പറയുന്നത് ഈ ഒരു രൂപത്തിലാണ് വരുന്നത്. ഇപ്പോൾ അതിൻ്റെ CPU പറഞ്ഞത് ഇന്നർ ബോർഡിലാണ് വന്നിട്ടുള്ളത്. AP ബോർഡ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും മുകളിലെ ബോർഡിൽ തന്നെയാണ് അതിൻ്റെ CPU കാര്യങ്ങളൊക്കെ വരുന്നുള്ളത്. അതേപോലെ തന്നെ അതിൻ്റെ നാൻഡും അതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. നാൻഡിൻ്റെ നേരെ താഴെയാണ് അതിൻ്റെ പവർ IC വരുന്നത്. അപ്പോൾ നാൻഡ് റിപ്പയറിങ്ങിനൊക്കെ, നാൻഡ് അപ്ഗ്രേഡേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നാൻഡ് എടുക്കുന്ന സമയത്ത് കുറച്ച് സൂക്ഷിക്കണം. കാരണം നേരെ അടിയിൽ CPU ആണ്. ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ പവർ IC ആണ്. പവർ IC ബോൾ പെട്ടെന്ന് വരാൻ ചാൻസ് കൂടുതലാണ് ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അതിൻ്റെ അപ്പർ ബോർഡിൽ തന്നെയാണ് വൈഫൈ IC കാര്യങ്ങളെല്ലാം വരുന്നത്. പിന്നെ ഒരു പവർ ആംപ്ലിഫയർ വരുന്നുണ്ട്. പിന്നെ അപ്പോൾ ഡിസ്പ്ലേയുടെ കണക്ടർ വരുന്നത് ഈ അപ്പർ ബോർഡിലാണ് വരുന്നത്. ബാക്കിയുള്ള ഒരു കണക്ടർ ഈ ഇതിൽ കാണുന്നില്ല. പിന്നെ കാണുന്നത് സെൻസർ ഇൻ്റർഫേസ്. അത് ചിലപ്പോൾ അതിൻ്റെ ഫേസ് ഐഡിൻ്റെ ആ ഒരു ഫ്രണ്ട് ഇതുണ്ടല്ലോ, ട്രൂഡപ്സിൻ്റെ ആ ഒരു സെൻസർ വരുന്നത് ഇതിലാണ്, അപ്പർ ബോർഡിലാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ പിന്നെ നമ്മൾ ഇതിൽ മെയിനായിട്ട് വേറെ ചാർജിങ് IC വരുന്നുണ്ട്. അതേപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ അപ്പർ ബോർഡ് സ്വാപ്പ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഈ ഒരു CPU, NAND, അതേപോലെ തന്നെ വൈഫൈ IC, പിന്നെ ഇതിൻ്റെ ലോജിക് EEPROM വരുന്നുണ്ട്. അപ്പോൾ ആ ലോജിക് EEPROM കൂടി നമ്മൾ ചെയ്യേണ്ടി വരും. പക്ഷേ എനിക്ക് ഇതിലുള്ള ഒരു സംശയം എന്ന് പറഞ്ഞാൽ നമ്മൾ ചാർജിങ് IC വരുന്നുണ്ട്, അതേപോലെ തന്നെ USB മാനേജ്മെൻറ്റ് ICയും വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ EEPROM ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ നോർമലി ഒരു വരുന്നതിൽ നമ്മൾ ഒരു EEPROM ഇതിൽ വരാറുണ്ട്, പക്ഷേ ഈ EEPROM ഇവർ ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് അറിയില്ല. ഇനിയിപ്പോൾ അതിൽ IC ഇല്ല എന്നുള്ളതും നമുക്ക് ഡൗട്ടുണ്ട്.
പിന്നെ ഫേസ് ഐ ഡിയുമായിട്ട് സംബന്ധമായിട്ടുള്ള പ്ലഗ്സ് ഐസികളും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഫേസ് ഐ ഡിയുമായിട്ട് സംബന്ധമായിട്ടുള്ള ഐസികൾ ഇതിലുണ്ട്. അതേപോലെ തന്നെ NFC-ൻ്റെ ഐസികൾ, അതേപോലെ തന്നെ നെറ്റ്വർക്കിൻ്റെ ഐസികൾ, പിന്നെ വേറെന്താ അങ്ങനത്തെ ഐസികളെല്ലാം ഇതിലുണ്ട്. അപ്പർ ബോർഡിലാണ് എല്ലാം വരുന്നത്. പിന്നെ വരുന്നത് ലോവർ ബോർഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്വാൽകോമിൻ്റെ ബേസ് ബാൻഡ് മോഡാണ് വരുന്നത്. ക്വാൽകോമിൻ്റെ CPU ഒക്കെ തന്നെയാണ് വരുന്നത്, റിസീവർ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കണക്ടറുകളെല്ലാം ഈവൻ ബാറ്ററി കണക്ടർ അടക്കം ഇതിൽ വരുന്നത് ലോവർ ബോർഡിലാണ് വരുന്നത്. അപ്പോൾ പിന്നെ വരുന്നത് മെയിനായിട്ട് RF ബോർഡിൽ മെയിനായിട്ട് വരുന്നത് നെറ്റ്വർക്കിനുമായി സംബന്ധപ്പെട്ടുള്ള ഐസികൾ, കാര്യങ്ങൾ, പവർ ആംപ്ലിഫയർ, PA അതുപോലത്തെ ബാക്കിയുള്ള ഐസികളൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പം അങ്ങനെയാണ് 17 സീരീസിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ 17 സീരീസിൻ്റെ CPU വരുന്നത് ഈ റിങ് വരുന്ന ബോർഡിൻ്റെ അകത്താണ് വരുന്നത്. കണ്ടോ, റിങ് വരുന്നുണ്ട്, ആ റിങ്ങിൻ്റെ അകത്താണ് അതിൻ്റെ CPU വരുന്നത്. അപ്പോൾ കുറച്ച് പ്രൊട്ടക്റ്റഡ് ആണ് സംഭവങ്ങൾ. അപ്പോൾ സ്വാപ്പിങ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ കുറച്ച് ഹീറ്റും കാര്യങ്ങളൊക്കെ അടിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ റിങ്ങിൻ്റെ അടിഭാഗത്ത് ഷോർട്ട് വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ നെറ്റ്വർക്കിൻ്റെ കുറേ കമ്പണൻസ് ഈ ബോർഡിലുണ്ട്, ഈ അപ്പർ ബോർഡിൽ ഉണ്ട്. നമ്മൾ അപ്പർ ബോർഡ് എന്ന് പറയുന്ന ഈ ഒരു ബോർഡിലുണ്ട്. പക്ഷേ ഇത് അപ്പർ ബോർഡാണോ ലോവർ ബോർഡാണെന്നുള്ളത് നമുക്ക് കറക്റ്റ് പറയാനായിട്ടില്ല. ഇപ്പം നമ്മൾ കണക്ക് പ്രകാരം ഇത് ലോവർ ബോർഡ് ആകാനാണ് ചാൻസ്. നമ്മൾ ഇത്ര അപ്പർ ബോർഡ് എന്നാണ് പറഞ്ഞത്, പക്ഷേ ഇത് ലോവർ ബോർഡ് ആകാനാണ് ചാൻസ്. കാരണം മുകളിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യേണ്ടി വരിക ഈ ഒരു ബോർഡായിരിക്കും റിമൂവ് ചെയ്യേണ്ടി വരിക. അതിലാണെങ്കിൽ നെറ്റ്വർക്കിൻ്റെ കമ്പണൻസ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പം ഇങ്ങനെയൊക്കെയാണ് 17 സീരീസിൻ്റെ അവസ്ഥകൾ. അപ്പോൾ പിന്നെ അടുത്തത് നമ്മൾ 17 Pro Maxൻ്റെ ബോർഡുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്നവർ CPU വരുന്നുണ്ട്. CPU NAND അതുപോലെ തന്നെ പവർ IC, അതിൻ്റെ EEPROM കാര്യങ്ങളെല്ലാം ഈ ഒരു ബോർഡിലാണ് വരുന്നത്. പക്ഷേ അപ്പർ ബോർഡ് എന്ന് പറയുന്നത് ഈ ഒരു റിങ് വരുന്ന ബോർഡിൽ ഇതിൽ കണ്ടോ, റിങ് വരുന്നുണ്ട് ഇതിൽ. അപ്പോൾ റിങ് വന്ന ബോർഡ് എന്ന് പറയാൻ അവർ കുറച്ച് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ആ റിങ് വരുന്ന ബോർഡിലേക്ക് അങ്ങനെ മാറ്റുന്നവർ. പെട്ടെന്ന് ഒരു അടി കിട്ടി കഴിഞ്ഞാലൊന്നും ഇതിന് CPU ഡാമേജ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കുന്നത്. അപ്പോൾ പിന്നീട് അതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കണക്ടറുകളും കാര്യങ്ങളും എല്ലാം വരുന്നത് ഈ ഒരു കണക്ടറാണ്. അപ്പോൾ പിന്നീട് വരുന്നത് ഇപ്പോൾ നമുക്ക് ഇത് ഓണാക്കണമെങ്കിലൊന്നും പ്രശ്നമില്ല എന്നാണ് നമ്മളെ ഇത് പ്രകാരം ഉള്ളത്. കാരണം എല്ലാ ഡിസ്പ്ലേ ഡ്രൈവർ ഐസിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ അപ്പർ ബോർഡ്, ഈ ഒരു ബോർഡ് മാത്രം വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഓപ്പൺ ചെയ്തിട്ട് ഓണാക്കി എടുക്കാൻ പറ്റും, പ്രശ്നമില്ല. പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ ഇതിന് USB മാനേജ്മെൻറ്റ് ഐസിയും ചാർജിങ് ഐസിയും ഒക്കെ ഈ ഒരു ബോർഡിൽ തന്നെയാണ് വരുന്നത്. അതേപോലെ തന്നെ പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതിൻ്റെ ചാർജിങ്ങിന് USB-C ആണ് വരുന്നത്. അപ്പോൾ C വരുന്ന കേസിൽ നോർമലി ഒരു EEPROM വരാറുണ്ട്. നോർ EEPROM എന്ന് പറയും, നോർ ഫ്ലാഷ് എന്ന് പറയും. ആ സാധനം ഇതിൽ ആ ഒരു IC ഇതിൽ വന്നിട്ടില്ല, മെൻഷൻ ചെയ്തിട്ടില്ല അവർ ചിലപ്പോൾ അത് ഇപ്പം ഇനി അവരെ 17 സീരീസ് പോലെ ഒഴിവാക്കണമെന്നുള്ളതും നമുക്ക് സംശയമാണ്. പിന്നെ അതിൻ്റെ മെയിൻ മെയിൻ ഓഡിയോ കോഡക്ക് കാര്യങ്ങളെല്ലാം വരുന്നത് ഈ ഒരു ബോർഡിൽ തന്നെയാണ്. പിന്നെ ആസ് യൂഷ്വൽ നോർമലി iPhone സീരീസിലെല്ലാം ഓഡിയോ സെക്ഷന് വേണ്ടിയിട്ട് വ്യത്യസ്ത ആംപ്ലിഫയറുകൾ ഉണ്ടാവും. റിസീവറിനാണെങ്കിൽ, സ്പീക്കറിനാണെങ്കിൽ, അതേപോലെ തന്നെ വൈബ്രേറ്ററിനാണെങ്കിലൊക്കെ വ്യത്യസ്ത ആംപ്ലിഫയറുകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കേസിൽ ആംപ്ലിഫയറുകളൊക്കെ ഉണ്ട്. ഇങ്ങനെ നോർമലി തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോർമൽ തന്നെയാണ്, വേറെ വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല. ഇവർ വരച്ച ഡ്രോയിങ് പ്രകാരമുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കണം, ഇത് ഇവരുടെ എക്സ്പെക്ടേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ഡാറ്റ വെച്ചിട്ട് അവർ വരച്ചിട്ടുള്ളതാണ്. ഇപ്പം നമ്മൾ 17 സീരീസ് ഈ വീഡിയോ ഇപ്പോൾ റിലീസായിട്ടുള്ളത് 17 സീരീസ് ഇറങ്ങുന്നതിന് മുമ്പാണ്. അപ്പോൾ അവരുടെ എക്സ്പെക്ടേഷൻ വെച്ചിട്ടുള്ള ഡാറ്റയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഇത് റെഫർ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല. അത് നമ്മൾ ഇത് 17 സീരീസ് റിലീസ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ കുറിച്ചിട്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഓരോന്ന് ഇത് രണ്ട് തമ്മിൽ എന്തൊക്കെ മാറ്റങ്ങൾ, അവർ വരച്ചതും ഇത് തമ്മിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉള്ളതെന്നൊക്കെ നമ്മൾ ആ വീഡിയോയിൽ നമ്മൾ കൂടുതലായിട്ട് മെൻഷൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ പിന്നെ ഈ ഒരു ബോർഡിൽ വരുന്നത് ക്വാൽകോമിൻ്റെ തന്നെ CPU ബേസ് ബാൻഡ് മോഡോ അതേപോലെ തന്നെ ബേസ് ബാൻഡ് CPU കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ വയർലെസ് ചാർജിങ്ങിൻ്റെ IC ഈ ഒരു ബോർഡിലാണ് വരുന്നത്. അതേപോലെ തന്നെ അങ്ങനെ കുറേ ICകൾ ഡിസ്പ്ലേ പവർ സപ്ലൈ വരുന്നത് ഈ ഒരു ബോർഡിലാണ്. അപ്പോൾ നമുക്ക് ഇതിൽ വെച്ചിട്ട് നമുക്കിത് ഓൺ ആവുമോ എന്നുള്ള കാര്യം, ഡിസ്പ്ലേ ഓൺ ആവുമോ എന്നുള്ള കാര്യം സംശയമാണ്. നമുക്ക് ഡിസ്പ്ലേ നമുക്കിത് ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോർഡും കൂടി 2 ബോർഡും വെച്ചാൽ മാത്രമേ നമുക്കിത് ആവുമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം ഡിസ്പ്ലേയുടെ പവർ സപ്ലൈ വരുന്നത് ഈ ഒരു ബോർഡിലാണ്, അതേപോലെ തന്നെ മറ്റേ ഇത് വരുന്നത് ഈ ഒരു ബോർഡിലാണ്. അപ്പോൾ ഇത് രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡിസ്പ്ലേ വരികയുള്ളൂ.
അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഇത് വരുന്നത്. ഇപ്പം ഞാൻ സ്വാപ്പിംഗ് ചെയ്യുന്ന സമയത്ത് അപ്പർ ബോർഡിലാണെന്നുണ്ടെങ്കിൽ പവർ ഐ സി അത് നാൻഡ് വരുന്നുണ്ട്, അതേപോലെ തന്നെ CPU വരുന്നുണ്ട്. വൈഫൈ സി ഈ ഒരു ബോർഡിലല്ല വരുന്നത്, അത് അടിബോർഡിലാണ് വരുന്നത്. ലോവർ ബോർഡ് വന്ന് പറഞ്ഞാൽ ഈ ഒരു ബോർഡിലാണ് വരുന്നത്. അപ്പം അപ്പർ ബോർഡിൽ നിന്ന് ഇതിൻ്റെ പ്രോമും അതേപോലെ തന്നെ നാൻഡ് ഇത് 3 എടുക്കേണ്ടി വരുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ വൈഫൈ എച്ചും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ബോർഡിലാണ്. അപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടില്ല അപ്പം അങ്ങനെ ചെയ്യാൻ. പക്ഷേ പിന്നെ ഇതിൻ്റെ CPU ഒക്കെ വരുന്ന ഈ റിങ് വരുന്ന ഭാഗത്തുള്ള സ്ഥലത്താണ്. നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാവണം അങ്ങനെയാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ റിലീസ് ആയതിന് ശേഷം മാത്രമേ നമുക്ക് കൂടുതൽ പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ. പിന്നെ ഈ ഒരു ബോർഡിൽ ഏറ്റവും കൂടുതൽ വരുന്നത് നെറ്റ്വർക്കിൻ്റെ ഐസികളൊക്കെ ഓൾമോസ്റ്റ് ഐസികളെല്ലാം വരുന്നത് ഈ ഒരു ലോവർ ബോർഡിലാണ് വരുന്നത്. അപ്പോൾ സാൻഡിൻ സീരീസിൻ്റെ കാര്യത്തിലാണെങ്കിൽ കുറേ ഐസികൾ അപ്പർ ബോർഡിലും ഇതിനൊക്കെയാണ് സ്പ്ലിറ്റ് ചെയ്തിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് നെറ്റ്വർക്കിൻ്റെ ഒരു കംപ്ലയിൻറ്റ് വരുന്നതാണെങ്കിൽ സ്വാപ്പ് ചെയ്യുകയാണെങ്കിൽ കൂടെ നമുക്ക് കൂടുതൽ റിസ്ക് ആണ്. ഇപ്പോൾ സാൻഡിൻ പ്രോ സീരീസിലാണെങ്കിൽ ഓൾമോസ്റ്റ് എവരി നെറ്റ്വർക്കിൻ്റെ കമ്പണൻസും വരുന്നത് നെറ്റ്വർക്കിൻ്റെ ഐസികൾ, ആംപ്ലിഫയറുകളാണെങ്കിലും റിസീവറുകളാണെങ്കിലും എല്ലാം വരുന്നത് ഈ ഒരു ബോർഡിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് നെറ്റ്വർക്കിനൊക്കെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ സാൻഡിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സാൻഡിൻ പ്രോ മാക്സിൻ്റെ ഒക്കെ ആണെങ്കിൽ ഇത് നമുക്ക് സ്വാപ്പിംഗ് പോസിബിളാണ് ലോവർ ബോർഡ്. പിന്നെ ഇതിലുള്ള ഒരു 17 പ്രോയും 17 പ്രോ മാക്സും തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസ്, ഒരു വ്യത്യാസം ഉണ്ടാവാൻ ചാൻസ് കൂടുതലെന്ന് പറയാൻ കാരണം 17 പ്രോ മാക്സ് 2 TB സപ്പോർട്ടാണ്. അപ്പോൾ അതിന് 2 TB സപ്പോർട്ട് ഉള്ളതിന് വലിയ നാൻഡാണ് വരുന്നത് എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ മിസ്റ്റർ യാങ് അതുപോലെ തന്നെ അവർ ബാക്കിയുള്ള ജീലോണിൻ്റെ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിൻ്റെ ഫോണും കാര്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. അതൊക്കെ അവർ എക്സ്പെക്റ്റേഷൻ പറയാണ്. നമ്മൾ അതുപോലെ തന്നെ പറയാണ് ഈ ചെറിയ മെമ്മറിക്ക് പകരം അത് 2 TB ആണെന്നുണ്ടെങ്കിൽ അതിന് നാൻഡ് കുറച്ച് വലിയതായിരിക്കും. അപ്പോൾ 17 പ്രോ മാക്സിൻ്റെ നാൻഡ് കുറച്ച് സൈസ് കൂടുതലുണ്ട് എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ പറഞ്ഞിട്ടുണ്ട്. 17 പ്രോയും ഇതിനൊക്കെ ബാക്കിയുള്ളതൊക്കെ കറക്റ്റാണ്, പക്ഷെ അതിൻ്റെ നാൻഡിന് മാത്രം ചെറിയൊരു വ്യത്യാസം ഉണ്ട് എന്നുള്ള കാര്യം അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് നോക്കാനുള്ള 17 എയർ ആണ്. ഇതുവരെ ഇറങ്ങാത്തൊരു മോഡലാണ് 17 എയർ. അപ്പം നമുക്ക് ചില ലുക്കുകളും ചില ആളുകളൊക്കെ പറയുന്നുണ്ട് നമ്മൾ 16E ശേഷം വന്നിട്ടുള്ള ഒരു മോഡലാണ് 17 എയർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ സിംഗിൾ ബോർഡാണ് വരുന്നത്. അതുപോലെ തന്നെ എല്ലാ കമ്പണൻസും ഒറ്റ ബോർഡിലാണ്. സിംഗിൾ ബോർഡ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ കുറവാണ് ഒരുവിധം മോഡലുകളൊക്കെ. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഏതാ വന്നതെന്ന് പോലും ഓർമ്മയില്ല ആ സിംഗിൾ ബോർഡായിട്ട്. അപ്പോൾ ഇപ്പോൾ വരുന്ന ഒരുവിധം മോഡലുകളൊക്കെ വരുന്നത് ഡബിൾ ബോർഡായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇതിൽ വരുന്നത് ഡബിൾ ബോർഡ് എന്ന് പറയാൻ മാത്രമൊന്നും ഇല്ല. അപ്പോൾ ഈ ഒരു ചെറിയൊരു ബോർഡിലാകെ വരുന്നത് CPU മുകളിൽ ചെറിയൊരു ബോർഡ് വരുന്നുണ്ട്. ബാക്കിയുള്ള ബാക്കിയുള്ള ഭാഗമൊക്കെ കംപ്ലീറ്റ് വരുന്നത് സിംഗിൾ തന്നെ ആയിട്ടാണ്. ഇപ്പോൾ CPU റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മുകളിലെ ഈ ഒരു ഇത് ഒഴിവാക്കണം, എന്നാൽ മാത്രമേ നമുക്കത് CPU എടുക്കാനോ അല്ലെങ്കിൽ തിരിച്ചു വെക്കാനൊക്കെ പറ്റുകയുള്ളൂ. ഇപ്പോൾ ഫേസ് സൈഡിൻ്റെ കംപ്ലൈൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ CPU-ൻ്റെ മേലെ ഈ ചെയ്യുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. കാരണം CPU-ൻ്റെ മുകളിലാണ് ആ ബോർഡ് വരുന്നത്. പിന്നെ നാൻഡൊക്കെ ചെയ്യുന്ന സമയത്ത് നാൻഡ് മെമ്മറി അപ്ഗ്രേഡിനൊക്കെ വന്ന സെറ്റുകളാണെന്നുണ്ടെങ്കിൽ അത് CPU മുകളിലാണ്. ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ CPU ഡാമേജ് ആകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഇതിൽ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇപ്പം ഇതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞ ഒരു വ്യത്യസ്ത ഷേപ്പാണ്. ഇതുപോലുള്ളൊരു ഈ ഒരു ഷേപ്പിലുള്ള ഒരു ഇത് ഞാൻ ഐഫോണിൽ ഇതിന് മുമ്പ് കണ്ടിട്ടില്ല. ഓൾമോസ്റ്റ് എല്ലാ ഐച്ചുകളും കാര്യങ്ങളൊക്കെ ഇതിൽ ഒറ്റ സിമ്പിൾ ബോർഡിലായിട്ട് ഈ ഒരു ഭാഗത്താണ് വരുന്നതെന്നാണ് അവർ പറയുന്നത്. മുകൾ ഭാഗത്ത് തന്നെയാണ് വരുന്നത്. അങ്ങനെയാണ് അവരുടെ എക്സ്പെക്റ്റേഷൻ. ജിലോൻ്റെ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ആർക്കിടെക്ചർ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് 17 സീരീസിനെ കുറിച്ചുള്ള നമ്മുടെ എക്സ്പെക്റ്റേഷൻസ്, റിപ്പയറിങ് പോസിബിലിറ്റീസ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നമ്മൾ പിന്നെ ഈ ഒരു 17 എയറിൽ നമ്മുടെ ഈ ഒരു വേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു millimeter വേവ് എന്ന് പറഞ്ഞിട്ടുള്ള ആൻറ്റിന. പക്ഷേ നോർമലി ഇതിൽ വരുന്ന മോഡം എന്ന് പറഞ്ഞാൽ C1X എന്ന് പറഞ്ഞിട്ടുള്ള മോഡാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതിൽ വന്നിട്ടുള്ളത് മോഡം, ഇതിൽ കാണിച്ചിട്ടുള്ള മോഡൽ ക്വാൽകോം എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ചിലപ്പം ഡ്രോയിങ്ങിൽ മിസ്റ്റേക്ക് ആയിരിക്കും. ഇനി അത് ഇങ്ങനെ തന്നെയാണോ വരുന്നതെന്നും അറിയില്ല. കാരണം 17 സീരീസ് അവർ പറഞ്ഞിട്ടുള്ളത് C1X മോഡാണെന്നാണ്. പക്ഷേ ഇതിൽ കാണിച്ചിട്ടുള്ളത് ക്വാൽകോമിൻ്റെ മോഡാണ് ഇപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഈ C1X മോഡാണെന്നുണ്ടെങ്കിൽ millimeter വേവ് സപ്പോർട്ടും അല്ല. അപ്പോൾ millimeter വേവ് CD വേവ് എന്നൊക്കെ പറഞ്ഞത് ഒക്കെ അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഓരോ കാൽക്കുലേഷൻസ്, ഓരോ ഇതാണ്. അവരുടെ അമേരിക്കയിലുള്ള USA ഒരു കച്ചവട തന്ത്രമാണെന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്.
അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ നോർമലി നമ്മൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അവർ ഇതുവരെയുള്ള 17 സീരീസിൻ്റെ മൊത്തത്തിലുള്ള ഈ ഒരു ബോർഡിൻ്റെ ആർക്കിടെക്ചർ റിവ്യൂലും അതുപോലെ തന്നെ അതിൻ്റെ ഷേപ്പുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഐഫോൺ 17 മാർക്കറ്റിൽ റിലീസ് ആയതിനു ശേഷം നമുക്ക് അതിൻ്റെ കൂടുതൽ ഏറ്റവും നല്ല ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇത് നമ്മുടെ പ്രതീക്ഷകളാണ്. ഇതൊന്നും നമ്മൾ കൺഫേം ആക്കി പറയുന്ന കാര്യങ്ങളല്ല, ഇതെല്ലാം നമ്മളുടെ പ്രതീക്ഷകളാണ്. ഇങ്ങനെ ആയിരിക്കാം എന്നുള്ളത് മീറ്റിങ്ങിൻ്റെ പ്രതീക്ഷയാണ്. അപ്പോൾ നമ്മളതിനെ കുറിച്ചിട്ട് നമുക്ക് തന്ന ഡാറ്റകൾ പ്രകാരം അവർ നമുക്ക് ഡയറക്റ്റ് തന്നതാണ്, മീറ്റിംഗ് നമുക്ക് ഡയറക്റ്റ് തന്നതാണ്. അവർ തന്ന ഡാറ്റകളാണ് നിങ്ങൾക്ക് മുമ്പിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആപ്പിൾ റിലീസായതിനു ശേഷം, മാർക്കറ്റിൽ റിലീസായതിനു ശേഷം നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.